ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു ബീഫ് റോൾ പോലുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോഴിമുട്ടയിൽ മുക്കണ്ട, അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. നമ്മൾ സമൂസ ഫില്ലിങ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ വെക്കാം. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചേർക്കുന്നത്. നമ്മൾ സാധാ സമൂസൻ്റെ ഫില്ലിങ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഞാനിവിടെ 4 ഉള്ളിയാണ് കേട്ടോ എടുത്തത്. 4 വലിയ സൈസ് ഉള്ളി തന്നെയാണ്. അപ്പോൾ 4 എടുത്ത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഇത്രയും ഉള്ളി ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ കുറേ ഉപ്പിടണ്ട, നോക്കിയിട്ട് ഇട്ടാൽ മതി. ആദ്യം കുറേ ഇട്ട് പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഈ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് അഴിഞ്ഞു വരും, നന്നായിട്ടൊന്ന് വാടിയ പോലെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് സ്പീഡിൽ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. കാരണം ഇത് ഞാനൊരു 15-20 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ മസാല ഇത്ര പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്. കാരണം നമ്മൾ ഉള്ളി എത്രത്തോളം സോഫ്റ്റ് ആവാൻ പറ്റുമോ, സമൂസക്കായാലും എന്തിനായാലും ഈ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളി സോഫ്റ്റ് ആവണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് അതൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കണേ എൻ്റെ നിന്നും കട്ടായി പോയിട്ടുണ്ട്. ഞാൻ പൗസ് ചെയ്തോ ഈ വീഡിയോ. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനൊരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മളെ ഉണക്കമുളക് പൊടിച്ചതില്ലേ, അത് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇതൊക്കെ ഇപ്പം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കാരണം മസാലകൾ നമ്മൾ ഫസ്റ്റേ ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇതങ്ങനെ ചേർക്കാം. ഞാൻ പിന്നെ ഇത്തിരി കൂടി 1/2 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ കൂടി മല്ലിപ്പൊടിയും, പിന്നെ നമ്മൾ ഇനി ഇടാൻ പോണത് ഗരം മസാല ഇല്ലേ, അത് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറണ വരെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ജീരകപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ ഫെനൽ സീഡ്സ് ഇല്ലേ, ആ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളകും. അപ്പോൾ എരിവൊക്കെ അത്യാവശ്യം ഈ ഫില്ലിങ്ങിന് എരിവ് അത്യാവശ്യം വേണം. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും ചുവന്നമുളകും കുരുമുളകൊക്കെ ചേർക്കുന്നത്. പിന്നെ നമുക്കിതാ 1 പിടി മല്ലിച്ചപ്പും കറിവേപ്പും, അപ്പോൾ അതും കൂടി നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടച്ചു വെക്കാം, തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ബീഫ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ നമ്മളെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന കല്ലില്ലേ, അതിനോണ്ട് നന്നായിട്ട് കുത്തിയതാണ്. മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് പിച്ചിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ പൊടിച്ചത് ഒരു 250 ml കപ്പാണ്. അതിന് നിറച്ചും എനിക്ക് ആ പൊടിച്ചത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കപ്പാണ് ഈ ബീഫ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം വേവിച്ചതാണ്. ഈ മഞ്ഞളും കുരുമുളകും മല്ലിയും ജീരകപ്പൊടിയും എല്ലാം ചേർത്തിട്ട് ഞാൻ ബീഫ് ആദ്യം വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ബീഫ് ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ ഓണാക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ആ ചൂടോടൊക്കെ തന്നെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ മൂടി വെച്ചാൽ തന്നെ ഈ ബീഫിൻ്റെ നല്ല ടേസ്റ്റ് അതിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇതാക്കിയതല്ലേ, ചതച്ചതല്ലേ ബീഫ്, അപ്പോൾ ഈ മസാലയിലേക്ക് നല്ലോണം പിടിച്ചോളും അതിൻ്റെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മൂടി വെക്കാം. അതിൽ നിന്ന് ഇനി കുറച്ച് നമുക്ക് എടുത്തു വെക്കാം. ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡും പിന്നെ ബ്രെഡിൻ്റെ വക്കില്ലേ, ആ അറ്റത്തുള്ള ഭാഗം അത് കട്ട് ചെയ്താൽ
ഇങ്ങനെ നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടും. അത് കട്ട് ചെയ്ത് പൊടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ നല്ല ബ്രെഡ് ക്രംസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വക്ക് പൊടിച്ചത് ചേർത്താൽ മതി. അല്ല ബ്രെഡ് തന്നെ നമ്മൾ പൊടിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വെള്ളമാണ് കേട്ടോ ആവശ്യമുള്ളത്. അതാ ഈ ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് വെക്കുക. എന്നിട്ട് ഇതാ കയ്യിലെടുത്തിട്ട് അതിലുള്ള മൊത്തം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. ഇങ്ങനെ നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്നും പിഴിഞ്ഞ് കളയുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മസാല ഇല്ലേ, അപ്പോൾ ഈ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഫില്ലിങ്ങോ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങോ വെച്ചിട്ട് നമുക്കിത് റൗണ്ട് ചെയ്തെടുക്കാം. ഈ 4 ഭാഗത്തുനിന്നും കൂടിയും സെൻറ്ററിലോട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് എന്താക്കുക, ആ വിടവുള്ള ഭാഗങ്ങളൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നുള്ളി കൊടുക്കുക. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ജോയിൻ്റ് ആവും, അത് എന്താ പറയുക ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ വിടവുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ നുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഈ കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ വെള്ളം നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്നും കുറച്ചും കൂടി വെള്ളം പുറത്തോട്ട് പോകും. അപ്പോൾ അതങ്ങനെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഇതങ്ങനെ ഒരു റോള് പോലെ ആക്കിയൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഒരു പണിയുമില്ല. ഈ ബ്രെഡ് ക്രംസ് ഇല്ലേ, അതിലേക്ക് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് നമ്മളെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് എന്താക്കുക, ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് അമർത്തി കൊടുക്കുക. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇതാ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റാവും. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഇതാ ബ്രെഡ് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തി ആ വെള്ളം കളയുക. അപ്പോൾ ഇത് ഫസ്റ്റൊന്ന് ആ ബ്രെഡൊന്ന് അഴിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നല്ലോണം കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് പിന്നെ നമ്മളിതാ ഇങ്ങനെ നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മളാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിലേക്ക് വരും. പിന്നെ ഏത് സൈഡ് ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ല, നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും, ഒരു കുഴപ്പമില്ല. ആദ്യം ഫസ്റ്റ് കുറച്ചൊരു ഇത് ഷേപ്പാവോ ഇല്ലേ ഓട്ടോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വാങ്ങുന്ന ബ്രെഡ് നോക്കണം കേട്ടോ, ചിലപ്പം പൊടിഞ്ഞു പോകുന്ന ബ്രെഡായിരിക്കും. അപ്പോൾ എന്തായാലും നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് കളയുക. അപ്പോൾ ആ ബ്രെഡ് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതിലേക്ക് വരും, സ്റ്റേജിലേക്ക് വരും. അങ്ങനെ നമ്മൾക്ക് എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് എണ്ണയൊന്നും പിടിക്കില്ല. ഇനി എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ആക്കി മാറ്റി വെക്കാം. നിങ്ങൾ ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ചധികം വെച്ചോട്ടോ, ഞാൻ കുറച്ച് കുറഞ്ഞു പോയി വെച്ചത്, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഓയിൽ ചൂടാക്കാം. നമുക്കിത് ഓരോന്നായിട്ട് നല്ല തിക്കായിട്ട് ഇടണ്ട, ഒരു 3 വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം, അല്ലാതെ ലോ ആക്കരുത്. കാരണം ലോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഴുക്ക് ചിലപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതാ നെരിഞ്ഞ സ്ഥലം തിരിച്ചു കൊടുത്തിട്ട് പൊരിച്ചാൽ മതി. ഏകദേശം ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണെങ്കിലോ ചിക്കൻ ആണെങ്കിലോ ബീഫ് ആണെങ്കിലോ അങ്ങനെ എന്തും ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഫില്ലിങ് വെക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയിലൊന്നും മുക്കിയിട്ട് വേണ്ട ഇത് പൊരിച്ചെടുക്കാൻ, സിമ്പിളാണ്. പിന്നെ അധികം ഓയിലൊന്നും പിടിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.